ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊല്ലും നിന്നെ ഞാൻ. എന്റെ കുടുംബവും തകർത്ത് എന്റെ ജീവിതവും തകർത്ത നിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മേടത്തെ പെണ്ണാണ് വന്നതുപോലെ. പെണ്ണ് കാണലും ചെറുക്കം കാണലും ഒന്നും ഇല്ലാതെ നമ്മൾ ഒന്നായില്ലേ? എന്തെല്ലാം ടെൻഷൻസ്, എന്തെല്ലാം പ്രോബ്ലംസ്. എന്നിട്ടും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ രാജു. രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തില്ലേ? രാജു ഇല്ലാതെ ജീവിക്കണ്ട, മരിച്ചേക്കാന്ന് വരെ തീരുമാനം എടുത്തതാ. പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഒരു മാജിക്. മാഡത്തിന്റെ അമ്മയെ കണ്ടെത്തണം. പക്ഷേ എവിടെ ചെന്ന് കണ്ടെത്തും? രാജു, എന്താ സ്വപ്നം കാണുവാണോ? ഞാൻ ഇനി എന്ത് സ്വപ്നം കാണാനാ മാഡം? അതെ, ഞാനും സ്വപ്നം കാണല് നിർത്തി. എന്റെ സ്വപ്നമല്ലേ ദേ സത്യമായിട്ട് മുൻപേ ഇരിക്കുന്നേ. മക്കളെ, അമ്മമ്മേ, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ നേരായില്ലല്ലോ അമ്മമ്മേ. ഇവിടെ നേരം സന്ധ്യയായ ഉറക്കത്തിന്റെ ഒരു മൂഡ് വരും. ഇരുട്ടു പറക്കുന്നതിന് മുന്നേ കോടമഞ്ഞും വീഴും. ശരിയാ, താനെ ഉറക്കം വരും. എന്നാ പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോ. പിന്നെ പ്രത്യേക ഒരു കാര്യം, പുറത്തു നിന്ന് മൃഗങ്ങളുടെ അലർച്ച കേട്ടാ നോക്കാനോ ഇറങ്ങാനോ പോണ്ട. അതിവിടെ സ്ഥിരം പതിവാ. അപ്പുറത്ത് തോട്ടം വരെ ആനയോ കാട്ടുപോത്തോ വരും. ഇങ്ങോട്ടൊന്നും അവയ്ക്ക് കേറാൻ പറ്റില്ല. മുറ്റത്ത് കാവൽക്കാരുണ്ട്. യാത്രാക്ഷീണൊക്കെ ഉള്ളതല്ലേ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മമ്മ. ശരി. എന്നാ കിടക്കാം. കിടക്കാം. അതൊന്നും പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എനിക്ക് ഒരുമിച്ച് കിടക്കാനും പേടിയാ. എന്ന് പറഞ്ഞാ പറ്റുവോ? ഞാൻ ഭാര്യയല്ലേ രാജു. ഇതിനകത്താണെങ്കി അറുകലയും പിശാച്ചും ഒക്കെ എന്നെ ഒന്ന് ആക്രമിച്ചാലോ? വാ, ഇവിടെ കിടന്നാ മതി. ശരി, ഞാൻ കട്ടിലേക്ക് കിടക്കാം. പക്ഷേ ഡോണ്ട് ടച്ച്. ഓക്കെ, കിടന്നോ. ഡോണ്ട് ടച്ച്. കൈയൊന്നും മുട്ടിന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴില്ല. ഉറങ്ങി. ഈ വീട്ടിൽ ജനിച്ച് വളർന്നതാ ഋതിക മേഡത്തിന്റെ അമ്മ. ആ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പത്മാവതി എന്ന അവരുടെ പേര്. അവർക്ക് എന്തു പറ്റിയതാ? എന്താ ഈ അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം?
വർമ്മ സാറും പത്മാവതി മേഡവും തമ്മില് പിരിയാനുള്ള കാരണം എന്തായിരിക്കും? അമ്മമ്മയോട് തന്നെ ചോദിച്ചറിഞ്ഞാലോ? അല്ലെങ്കിൽ കാര്യസ്ഥനോട് ചോദിക്കാം. ഇവരാരും പറഞ്ഞില്ലെങ്കിൽ വർമ്മ സാറിനോട് ചോദിക്കാം. എന്തായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. കൊല്ലും നിന്നെ ഞാൻ. എന്റെ കുടുംബവും തകർത്ത് എന്റെ ജീവിതവും തകർത്ത നിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. ദൈവമേ, തറവാട്ടിലുള്ള രതിക എന്തായാലും സത്യങ്ങളൊക്കെ അറിയും. ആപത്താണല്ലോ. ഓ, എന്റെ പഴയകാല ചരിത്രം അവൾ അറിഞ്ഞ ആകെ കുഴപ്പമാവല്ലോ. ശ്ശേ. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ രാജു? അതെ. ഒരു വശത്ത് കാട്, മറുവശത്ത് നാട്. മനുഷ്യരും മൃഗങ്ങളും വഴക്കൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യനും മനുഷ്യനും തമ്മിലാ വഴക്ക്. ഈ പ്രദേശം കണ്ടെത്തി ഇവിടെ വേനൽക്കാല വസതി ഉണ്ടാക്കിയ ആ പഴയകാല തമ്പുരാനെ സമ്മതിച്ചേ പറ്റൂ. കൊച്ചു തമ്പുരാനും തമ്പുരാട്ടിയും രാവിലെ അമ്പലത്തിൽ പോയതല്ലേ? നിങ്ങളെല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങിയോ? പിന്നല്ലാതെ പറ്റുമോ? ഇത് ഞങ്ങളുടെ ജോലിയല്ലേ. വൈകുന്നേരം വരെ ജോലി ചെയ്യോ? 5 മണി വരെ ജോലി ചെയ്യും. കൊച്ചു തമ്പുരാട്ടി പത്മാവതി തമ്പുരാട്ടിയുടെ തനി പകർപ്പ് തന്നെ. അതേ നടപ്പ്, അതേ ചിരി. പത്മാവതി തമ്പുരാട്ടിയെ കണ്ടതുപോലെ തന്നെ. നോവിനാലേ